Hello, welcome to Learn New. This is Danya. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഫ്രീലി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ്. നമുക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ്: സിൻക്രണസ് സോഫ്റ്റ്വെയർ, പാക്കേജ് സോഫ്റ്റ്വെയർ, OSS, മിഡിൽവെയർ. ആൻസർ OSS ആണ്. OSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രോഗ്രാമുകളുടെ കളക്ഷൻ ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓക്കെ, അവിടെ നമുക്ക് എഡിറ്റിങ്ങും അതുപോലെ മോഡിഫിക്കേഷൻ എല്ലാം തന്നെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PNG ഈസ് ഡാഷ് ഫോർമാറ്റ്. PNG എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റ് ആണ്? ഓപ്ഷൻസ്: ഇമേജ് ഫോർമാറ്റ്, ഫയൽ ഫോർമാറ്റ്, ഇന്റർനെറ്റ് ഫോർമാറ്റ്, HTML ഫോർമാറ്റ്. ഓക്കെ, ആൻസർ ഇസ് PNG ഫോർമാറ്റ്. ഇമേജ് ഫോർമാറ്റ്. ഇമേജ് ഫോർമാറ്റ് ആണ് PNG. PNG എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ഓക്കെ, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. അപ്പം പാലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് ഈ PNG സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, next question. Which of the following is not an open source software? Okay, ഈ താഴെ തന്നിട്ടുള്ളതിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: LibreOffice, Microsoft Office, No Image Manipulation, MySQL. Okay, answer is Microsoft Office. Okay, അപ്പോൾ MS Office എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ല. അതിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്കായിട്ട് അവൈലബിൾ അല്ല. ഓക്കെ, നമുക്കത് പെയ്ഡ് ആണ്. അപ്പം ക്ലോസ്ഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നൊക്കെ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിനെ വിളിക്കാം. അപ്പം ബാക്കി മൂന്നെണ്ണം, ലിബർ ഓഫീസും നോ ഇമേജ് മാനിപ്പുലേഷൻ, MySQL എല്ലാം തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഈ MySQLും ലിബർ ഓഫീസും പോലുള്ള ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിൻ്റെ സോഴ്സ് കോഡോട് കൂടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയത്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇസ് നോട്ട് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. Okay, it's a proprietary software. Next question. The users must agree to dash terms and agreements when they use an open source software. Okay, അപ്പം യൂസേഴ്സ് എഗ്രിമെൻറ്റ്സ്, കുറച്ച് ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യണം. അപ്പം അതായത് ആ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്താണ് അവർ സൈൻ ചെയ്യേണ്ടത്? ഓപ്ഷൻ: സിസ്റ്റം ലൈസൻസ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലൈസൻസ്. അപ്പോൾ നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. ബട്ട് അത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ലൈസൻസ്, ഓക്കെ, ആ ലൈസൻസ് എഗ്രി ചെയ്താൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം യൂസർ മസ്റ്റ് എഗ്രി ടു ദി ലൈസൻസ് ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ്. അപ്പം ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിന് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരിക്കലും മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോഫ്റ്റ്വെയറിൽ മോഡിഫിക്കേഷൻ വരുത്താം, പക്ഷെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ യാതൊരുവിധ മോഡിഫിക്കേഷൻസും പറ്റില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. Which of the following is not a downside of OSS? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺസൈഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ്: എ ലാക്ക് ഓഫ് പേഴ്സണലൈസ്ഡ് സപ്പോർട്ട്, ബി റെസ്ട്രിക്റ്റഡ് ചോയ്സ്, സി നോ വാറണ്ടി, ഡി മൾട്ടിപ്പിൾ ചോയ്സസ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മൾട്ടിപ്പിൾ ചോയ്സസ്. ഓക്കെ, ഇതിന് മൾട്ടിപ്പിൾ ചോയ്സസ് അല്ല, റെസ്ട്രിക്റ്റഡ് ചോയ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതൊരു വലിയൊരു ഡ്രോബാക്ക് ആണ്, അതായത് അതിൻ്റെ ഡൗൺ സൈഡ് ആണ്. ഓക്കെ, നമുക്കതിന് റെസ്ട്രിക്റ്റഡ് ചോയ്സസ് ആണുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചോയ്സസിൽ നിന്ന് വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ഇല്ല, നോ വാറണ്ടി കുറവാണ്. ഇതൊക്കെ അതിൻ്റെ ഡൗൺ സൈഡ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് അതിൻ്റെ ഡൗൺ സൈഡ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ചേഞ്ചിൽ വരുന്ന സ്പീഡ്. കാരണം ആർക്ക് വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളത് എല്ലാ ആപ്ലിക്കേഷൻസിനോട് കോമ്പാറ്റബിൾ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൗൺ സൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. An example of web design OSS. Okay, web design open source software example ഏതാണ്? ഓപ്ഷൻസ്: Nvo, KOffice, Abby World, OpenOffice. ഓക്കെ, അപ്പം വെബ് ഡിസൈൻ OSSന് എക്സാമ്പിൾ ആണ് Nvo. ഓക്കെ, അപ്പം NVU അത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. OpenOffice എന്ന് പറയുന്നത്, KOffice എന്ന് പറയുന്നത് നമുക്ക് ഓഫീസ് സോഫ്റ്റ്വെയർ ആണ്.
MS Office ഒക്കെ പോലെ അതിൻ്റെ ഓപ്പൺ ഓഫീസ് സോഫ്റ്റ്വെയർ ആണ് കെ ഓഫീസ്. അബിവേൾഡ് എന്ന് പറയുന്നത് ഓഫീസ് ഓട്ടോമേഷൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. Next question number 7. An image editor similar to Adobe Photoshop. Adobe Photoshopനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇമേജ് എഡിറ്റർ, അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇമേജ് എഡിറ്റർ ഏതാണ്? ഓപ്ഷൻസ് വൂ, ഓപ്പൺ ഓഫീസ്, ബ്ലൂ ഫിഷ്, ജിം ഷോപ്പ്. ഓക്കെ, നമുക്ക് പേര് തന്നെ മനസ്സിലാവും, ജിം ഷോപ്പ് ആണ് ആൻസർ. ഓക്കെ, ജിം ഷോപ്പ് എന്ന് പറയുന്നത് ഇമേജ് എഡിറ്റർ ആണ്, ഓപ്പൺ ഓഫീസ് സോഫ്റ്റ്വെയർ ആണ്, അഡോബ് ഫോട്ടോഷോപ്പിനോട് സിമിലർ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 8th question. An OSS for communication purpose. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ് വെർച്യുമാർട്ട്, ഡ്രുപാൽ, പിഡ്ഗിൻ, സെൻകാർട്ട്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി, പിഡ്ഗിൻ. പിഡ്ഗിൻ എന്ന് പറയുന്നത് ഫ്രീ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ക്ലയന്റ് ആണ്. ഓക്കെ, ഇൻസ്റ്റന്റ് ഫ്രീ മെസ്സേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് പിഡ്ഗിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന OSS ആണ് പിഡ്ഗിൻ. അതുപോലെ വെർച്യുമാർട്ടും ഇമാർട്ടും എല്ലാം ഇ കൊമേഴ്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള OSS ആണ്. ഓക്കെ, വെർച്യുമാർട്ടും ഇമാർട്ട്. ഓക്കെ, അതുപോലെ ഡ്രുപാൽ എന്ന് പറയുന്നത് കോണ്ടന്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് 9th question. In 1969, AT&T Laboratories developed Dash, which supported and worked on different hardware platform. ഓക്കെ, 1969 AT&T ലബോറട്ടറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അത് പല ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് എ ലിനക്സ്, ബി യുണിക്സ്, സി വിൻഡോസ്, ഡി ഉബുണ്ടു. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ ബി യുണിക്സ്. അപ്പോൾ ലിനക്സിനേക്കാളും മുന്നേ വന്നിട്ടുള്ളതാണ് യുണിക്സ്. ഓക്കെ, യുണിക്സ് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. 1969 AT&T ലബോറട്ടറീസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലിനക്സ് ടോർവാൾഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Richard Stallman from MIT established a special license, the Dash license. Okay, അപ്പം റിച്ചാർഡ് സ്റ്റാൾമാൻ MIT-യിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു സ്പെഷ്യൽ ലൈസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഏത് ലൈസൻസ് ആണ്? ഓക്കെ, ഓപ്ഷൻസ് എ GNU, ബി ഫ്രീ, സി പാക്കേജ്, ഡി കൊമേഴ്ഷ്യൽ. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ എ GNU ലൈസൻസ് ആണ് കേട്ടോ. GNU ലൈസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ഫ്രീ സോഫ്റ്റ്വെയർ, അതായത് ഫ്രീ സോഫ്റ്റ്വെയർ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു യുണീക്സിന് സിമിലർ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് GNU ലൈസൻസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ടോപ്പിക്കിൻ്റെ MCQs ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.